ഹായ് ഫ്രണ്ട്സ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് AI ക്യാമറ ഫൈൻ ഉൾപ്പെടെയുള്ള ചെലാൻ ഫൈനുകൾ അടയ്ക്കുന്ന പ്രോസസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. പുതിയ അപ്ഡേഷൻ എന്താണെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ക്യാമറ ഫൈൻ വന്നിട്ടുണ്ടോ എന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുന്നതിനുൾപ്പെടെയുള്ള പ്രോസസ്സുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. പുതിയ പ്രോസസ്സ് അനുസരിച്ച് എങ്ങനെ ചെയ്യാമെന്നും കൂടാതെ പുതിയ ടെക്നിക്സും ടിപ്സും ഒക്കെ എന്തൊക്കെയാണെന്നുമാണ് ഇന്നിവിടെ പരിശോധിക്കുന്നത്. RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒട്ടുമിക്ക ഓൺലൈൻ പ്രോസസ്സുകളും അടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ 25ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമുക്ക് മുകളിൽ ചെലാൻ നമ്പർ, വെഹിക്കിൾ നമ്പർ, DL നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അങ്ങനെ 3 ഓപ്ഷൻസ് കാണാം. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. സാധാരണഗതിയിൽ ചെലാൻ നമ്പർ അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ ഇത് രണ്ടുമാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ചെലാൻ നമ്പർ ട്രാഫിക് വയലേഷൻ നടത്തിയാൽ അല്ലെങ്കിൽ ക്യാമറ ഫൈനോ മറ്റോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ചെലാൻ നമ്പർ അടങ്ങിയ ഇൻറ്റിമേഷൻ വരും. അതുപോലെ തന്നെ നോട്ടീസായിട്ടും വരും. ചെലാൻ നമ്പറിന് ഏതാണ്ട് 18ഓളം ഡിജിറ്റ് ഉണ്ടാകും. KLലൊക്കെ തുടങ്ങുന്നതായിരിക്കും സാധാരണ ഉണ്ടാവുക. ഈ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും SMS ഒക്കെ വരിക. ഇവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ ചെലാൻ നമ്പറിൻ്റെ നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് ചെലാൻ നമ്പർ കൊടുത്ത് ഡീറ്റെയിൽസ് കൊടുത്ത് മുന്നോട്ട് പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ തൊട്ടുപുറത്ത് കാണുന്ന വെഹിക്കിൾ നമ്പർ എന്നുള്ള റൗണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ വണ്ടി നമ്പർ, വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ പൂർണ്ണമായിട്ടും ഗ്യാപ്പില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ ഒന്നുകിൽ ചേസിസ് നമ്പർ എന്നറിയപ്പെടുന്ന ഷാസി നമ്പറിൻ്റെ ഏറ്റവും അവസാനത്തെ 5 ഡിജിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ എൻജിൻ നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2-1 ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ഗെറ്റ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എൻജിൻ നമ്പരും ഷാസി നമ്പരും ചേസിസ് നമ്പരും ഒക്കെ നിങ്ങളുടെ RC ബുക്കിൽ തന്നെ ഉണ്ടാകും. അത് നോക്കി ടൈപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാരണം യുവർ മൊബൈൽ നമ്പർ നോട്ട് വാലിഡ് ഓർ നോട്ട് അവൈലബിൾ ഇൻ വാഹൻ, കൈൻഡ്ലി അപ്ഡേറ്റ് യുവർ മൊബൈൽ നമ്പർ എന്നുള്ളൊരു പോപ്പപ്പ് വിൻഡോയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനർത്ഥം നിങ്ങളുടെ മൊബൈൽ നമ്പർ RCയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കാനോ ചെലാൻ വന്നിട്ടുണ്ടോ എന്നുള്ള സ്റ്റാറ്റസ് നോക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്കിനി നോക്കാം. ഇതിനായി പരിവാഹൻ.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കണം. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇതിൻ്റെയും. അതിനുശേഷം മുകളിൽ ഓൺലൈൻ സർവീസിന് താഴെയായി വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുത്ത് മുന്നോട്ട് വന്നതിന് ശേഷം ഇവിടെ ഒന്നുകിൽ നമ്മളുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വണ്ടി നമ്പറിൻ്റെ അവസാനം 3 ഡിജിറ്റേ ഉള്ളെങ്കിൽ ഇടത് സൈഡിൽ ഒരു 0യും കൂടി ചേർത്ത് 4 ഡിജിറ്റ് ആക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറിന് പകരം നിങ്ങളുടെ RTO ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കൊടുക്കാം. 2-1 കൊടുത്തതിന് ശേഷം താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിലും മുകളിൽ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന ഡാഷ്ബോർഡിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ലിങ്കുകൾ കാണാം. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ബ്രാക്കറ്റിൽ ആധാർ ബേസ്ഡ് എന്നും തൊട്ട് വലത് സൈഡിലായി അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ബ്രാക്കറ്റിൽ വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ വിൽ ബി ഡൺ അറ്റ് RTO എന്ന 2 ലിങ്കുകൾ കാണാം. ഇതിലാദ്യം നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് ആദ്യം കാണുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആധാർ ബേസ്ഡ് എന്നുള്ള ലിങ്കാണ്. അത് ശരിയായില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ തൊട്ട് വലത് സൈഡിൽ കാണുന്ന ലിങ്ക് ഉപയോഗിക്കേണ്ടുന്നത്. ആദ്യം നമുക്കിത് ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആധാർ ബേസിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരികയും ഇവിടെ S കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം ഇവിടെ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വണ്ടിയുടെ നമ്പരും ചേസിസ് നമ്പരും എൻജിൻ നമ്പരും മൊബൈലിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉൾപ്പെടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെ ചെയ്യാമെന്നതിൻ്റെ വിശദമായ വീഡിയോ ചാനലിലുണ്ട്. മുകളിലായി ബട്ടൺ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം ഇവിടെ കൊടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത് ഇവിടെ ഇപ്പോൾ പേരിൽ ഇനിഷ്യൽ ഉണ്ട്. ഇപ്പം RC ബുക്കിൽ ഇനിഷ്യൽ ഉണ്ട്, ഇനിഷ്യൽ ഇല്ല.
ആധാർ ഇനീഷ്യലുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ സാധാരണഗതിയിൽ അത് ഓക്കെ ആവാറുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് ചെയ്ത ഉടൻ തന്നെ ഫൈൻ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇത് മാത്രവുമല്ല, എന്ത് ഓൺലൈൻ പ്രോസസ്സ്, അതായത് പരിവാഹൻ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് RC ബുക്കുമായിട്ടുള്ള എന്ത് ഓൺലൈൻ പ്രോസസ്സുകൾ നമുക്കിനി മുതൽ ചെയ്യണമെങ്കിലും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ RCയിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇതുപോലെ അപ്ഡേറ്റഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്യണം. ഇനിയിപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് ശരിയാകുന്നില്ല, നോട്ട് മാച്ച് വിത്ത് അവർ റെക്കോർഡ്സ് എന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ ഇവിടെ വലത്തേ അറ്റം കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ വിൽ ബി ഡൺ അറ്റ് RTO എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം RC ഉടമ നേരിട്ട് RTO ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിൻ്റെ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ലിങ്ക് നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെയും ഒരു മൊബൈൽ നമ്പർ കൊടുത്താണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഏത് നമ്പർ കൊടുത്താലും നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ തന്നെ ഇവിടെ കൊടുത്ത് ചെയ്തെങ്കിലേ ഈ ഒരു പ്രോസസ്സ് സക്സസ്ഫുള്ളായിട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആ മൊബൈൽ നമ്പർ രണ്ട് പ്രോസസ്സിലും ആ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. അതിനൊരു എളുപ്പമാർഗ്ഗം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ആധാറിൻ്റെ myaadhar.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ആധാർ നമ്പരും കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാവുന്നതാണ്. തെറ്റായ മൊബൈൽ നമ്പർ കൊടുത്ത് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. പക്ഷേ നമ്മളുടെ പ്രോസസ്സ് സക്സസ്ഫുൾ ആക്കാൻ സാധിക്കത്തില്ല. RTO ഓഫീസിൽ അത് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് ശരിയായിട്ടുള്ള ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുത്ത് ഈ ഒരു പ്രോസസ്സും ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ആദ്യം കാണിച്ച പ്രോസസ്സ് ചെയ്ത് മൊബൈൽ നമ്പർ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെലാൻ നമ്പർ കൊടുത്ത് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് തൊട്ട് താഴെ കാണുന്ന ഗെറ്റ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നമ്മളിപ്പോൾ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് OTP വരുന്നതും ഇതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിൻ്റെ അവസാനത്തെ 3 ഡിജിറ്റ് അവിടെ കാണിക്കുന്നതും കാണാം. ഇങ്ങനെയാണ് സ്റ്റാറ്റസ് നോക്കണമെങ്കിലും ഈ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്കിപ്പോൾ ഫൈൻ ഉണ്ടോ എന്നുള്ള സ്റ്റാറ്റസ് അറിയുവാനും സാധിക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചേഞ്ച്. അങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെല്ലാൻ ഡീറ്റെയിൽസ് തൊട്ട് താഴെ കാണിക്കുന്നതും ഇവിടെ പെൻഡിങ് എന്ന് കാണിച്ചിട്ടുണ്ട്. ചെല്ലാൻ പ്രിൻറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒഫൻസ് എന്താണെന്നും അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വലത് സൈഡിലായിട്ട് വെരിഫൈ എന്നുള്ളൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ പേ നൗ എന്നായിരുന്നു വരേണ്ടുന്നത്. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഞാനൊരു പേയ്മെൻറ്റ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു, പക്ഷേ അത് ഫെയിലിയറായി. അതുകൊണ്ടാണ് ഇവിടെ വെരിഫൈ എന്നിപ്പോൾ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി ചെയ്യേണ്ടുന്നത് ആ വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതും അവിടെ നമ്മൾ ഓക്കെ കൊടുക്കേണ്ടതാണ്. തുടർന്ന് വരുന്ന പേജിൽ പേയ്മെൻറ്റ് ഫെയിൽഡെന്ന് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നതും നമുക്ക് കാണാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് ഒന്നുകൂടി ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ വീണ്ടും ചെല്ലാൻ നമ്പർ കൊടുത്ത് OTPയും കൊടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പേ നൗ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ഫെയിലിയർ ആയതുകൊണ്ടാണ് വെരിഫൈ എന്ന് കാണിച്ചത്. ഞാൻ ഈ പേ നൗവിൽ പ്രസ് ചെയ്ത് ഇനി മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വീണ്ടും ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു മൊബൈൽ നമ്പർ കൂടി കൊടുക്കേണ്ടതുകൊണ്ട് ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന RCയിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണമെന്നില്ല. ഏതൊരു മൊബൈൽ നമ്പറും കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് അതിലേക്ക് വരുന്ന OTPയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ കൊടുത്ത മൊബൈലിലേക്ക് വന്ന OTP കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് അതിനുശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നതാണ്. ഈ ട്രഷറി തിരഞ്ഞെടുത്തതിന് ശേഷം താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് താഴെ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേ വരുന്നതാണ്. ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ആയതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM കാർഡ്, QR കോഡ്, ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. അതിനുശേഷം ബാങ്കിൽ നിന്ന് വന്ന OTPയും കൊടുത്ത് ഇവിടെ വെരിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതും റെസിപ്റ്റ് ലഭിക്കുന്നതുമാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.